അപ്പം ഇതതിന് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നെന്നല്ല പറഞ്ഞിട്ടില്ലേ, രാവിലത്തെ ഫുഡടിയും സംഭവങ്ങളും എല്ലാം പിള്ളേർക്ക് സെറ്റാക്കി അല്ലാണ്ട് പുരൊന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ കച്ചറായിട്ട് ഒരു പാതിയില്ല. രാവിലെ നമുക്ക് നല്ല വാങ്ങലൊന്നും ഒരുക്കാനില്ല, അതൊന്നും ചെയ്തിട്ടാണ് ഞാൻ പിള്ളേർ തന്നെ ഫോക്കസ് ആക്കിയിട്ട് ഓറെന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഓറൊന്ന് പൊട്ടിച്ചായിട്ട് വയ്യ ക്ലീൻ ആക്കാനായിട്ട് പെറ്റ കച്ചറായിട്ടുണ്ട്. ഏടുന്ന് തുടങ്ങണമെന്നൊരു ഐഡിയ ഇല്ല അറിഞ്ഞാൽ. അങ്ങനെ ഞാൻ എന്താക്കി, നേരെ ഫസ്റ്റ് ഉള്ളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വന്ന് നോക്കിയാൽ ഈ തള്ളിൽ മയൻ്റെ ഒരു പൂപ്പലില്ലേ, ആ പൂപ്പലിൽ ഫുള്ള് കച്ചറായിനെ. ഓവൻ്റെ മുകളിൽ വെച്ചതും വൈറ്റ് ടൈൽസ് നിലന്ന് അതെല്ലാം അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഒരുമാതിരിയാവും പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഇതെല്ലാം കണക്കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ വൈറ്റ് ഇട്ടതും എന്തായാലും പൂപ്പൽ പിടിക്കുന്നതെല്ലാം നമുക്ക് അറിയുന്നതന്നല്ലേ. ഒന്നുമില്ല, ഒരു ക്ലോത്ത് വെച്ചിട്ടില്ല, ഇടയ്ക്കൊന്ന് തുടച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ ക്ലാസ്സും സംഭവങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. നമുക്ക് ഒരു വൃത്തിയുണ്ട്, എന്നാൽ ഒരു നേരെയുള്ളൊരു വൃത്തിയില്ല. ഞാൻ വന്ന് ഡീപ്പായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെതാ ഫുള്ളൊന്ന് എന്നൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു തുണിയിലില്ലേ നമ്മളെ ലിക്വിഡില്ലേ, ആ ലിക്വിഡ് ഇട്ട് വെള്ളമാക്കിയിട്ട് തുടച്ചെടുത്ത് മുറ്റം അതിനാട്ടി കച്ചറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് മിന്നുവിനെ ഏൽപ്പിച്ച്. കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്, മഴ ഉണ്ടെങ്കിൽ എന്തും ക്ലീനാക്കാൻ കഴിയുന്നില്ല നമുക്ക്. അങ്ങനെ മഴ കുറഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ ഒന്ന് അടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഫുള്ളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ആക്കിയിട്ടേ ഇല്ല, ഒരിക്കലും ഒന്നോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വെറുതെ വെച്ചായിരുന്നു തന്നെ പൂപ്പലെടുക്കുന്നതാണ് ഈ മഴയ്ക്ക്. അങ്ങനെ ഒരുമാതിരി കുറച്ച് ക്ലീൻ ആക്കിയിട്ട് എല്ലാം എടുത്ത് ഇനി നല്ല പങ്ങല നില ഒന്ന് തുടച്ചെടുക്കണം. സീറ്റ് അതെല്ലാം സെറ്റാക്കി. അപ്പോൾ ഞാൻ മിന്നുവിനെ ഒന്ന് അടിച്ചിട്ട് വന്നിട്ട് അച്ഛന് മഴ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ അൽഹംദുലില്ലാഹ് ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തു. അപ്പോൾ ബേസിൻ്റെ അടുത്താണ് ഞാൻ തുടങ്ങിയത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ബേസിനെല്ലാം കയറ്റി ഒന്ന് ആടെ തുടച്ചെടുത്തു, ടേബിളെല്ലാം ഒന്ന് ലിക്വിഡ് ഇട്ട് തുടച്ചെടുത്തു, അതിൻ്റെ ബെഡെല്ലാം ഒന്ന് വിരിച്ചു. ഫുള്ള് ബെഡെല്ലാം വിരിച്ചിട്ടായിട്ട് മേറ്റിയെല്ലാം വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം ഫുള്ളൊന്ന് അടിച്ചിട്ട് വരും. എന്നിട്ട് ഈ കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി. നമുക്കൊരു മൂടി വരുമ്പോൾ ഇല്ലേ എങ്ങനെ വേണം എടുക്കാൻ കഴിയുന്നില്ലേ. അപ്പോൾ അത് തുടച്ചിട്ടാകുമ്പോൾ മസാല നല്ല ചേലായി. ഈ ജഗ്ഗിൽ ആ ഫ്ലവർ പോട്ടിൽ എല്ലാത്തിലും ഇങ്ങനെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിന്, ബ്ലാക്ക് ഒരു ഫംഗസ് പോലെ. അതെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ട് അതിന് ശേഷം പുറത്ത് വർക്ക് ഏരിയയില്ലേ ആടെ ഫുള്ളൊന്ന് തുടച്ചിനും. പാത്രങ്ങളെല്ലാം കയറ്റി ഇങ്ങനെ ബക്കറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അത് പിന്നെ എപ്പോഴും ഉള്ളതല്ലേ. അതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷായിട്ട് മകരിബ് നിസ്കാരവും ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഞാൻ റെസ്റ്റ് എടുത്തതാണ്. അപ്പോൾ ഇത് മിഞ്ഞാത്ത ഡേ മേ ലൈഫിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ.